അർച്ചന ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ധർമ്മസങ്കടം എന്താണെന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. ഞാനായിട്ട് ഈ സത്യം ആരെ അറിയിക്കാനും പോകുന്നില്ല. ഒന്നും ആരും അറിയാൻ സമയമായിട്ടുമില്ല. തൽക്കാലം ഈ രഹസ്യം നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ. ഇതാണ് എന്റെ തീരുമാനം. പോലീസുകാരന്റെ ബുദ്ധി എന്നോട് പ്രയോഗിക്കുകയാണോ രാജീവ്? അല്ല, പോലീസുകാരൻ എന്നതിനേക്കാൾ ഞാനൊരു മനുഷ്യനാണ്. ആ അവന്തിയോട് ചില പഴയ കണക്കുകൾ എനിക്കും തീർക്കാനുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇനി നമുക്ക് നിന്റെ ശവോടക്കിന് കാണാം. പക്ഷേ പകയ്ക്കും പ്രതികാരത്തിനും അപ്പുറം സമൃദ്ധ എടുത്തു ചാടി ഒന്ന് ഇട്ടെറിഞ്ഞു പോകരുതെന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. സമൃദ്ധയെ ഗോകുൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹത്തിനും അപ്പുറം അയാൾ നിങ്ങളെ മാനസികമായി വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. ഗോകുലിന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ ഇപ്പോ സമൃദ്ധ മാത്രമാണ്. പഴയ സമൃദ്ധ മരിച്ചു, സത്യമാണ്. പക്ഷെ അർച്ചനയായിട്ടല്ല, സമൃദ്ധയായിട്ടാണ് ഈ കഴിഞ്ഞ 10 കൊല്ലവും ഗോകുൽ അർച്ചനയെ സ്നേഹിച്ചത്. 10 വർഷം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ചെറിയ കാലയളവല്ല. മനസ്സുകൊണ്ട് സമൃദ്ധയായി അർച്ചനയെ ഗോകുൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്നേഹം ഇല്ലാതായാൽ ഗോകുലിന്റെ ജീവിതം അന്ന് തീരും. അതാ കുടുംബത്തിന്റെ ഒരു വലിയ ദുരന്തമായി മാറും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവരെ വലിച്ചെറിയരുതെന്ന് മാത്രമാണ് എനിക്ക് അർച്ചനയോട് അപേക്ഷിക്കാനുള്ളത്. ഞാൻ അന്ന് അവന്തിക കാരണം അപകടത്തിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകടന്നപ്പോ എന്റെ സ്വന്തം ഭാര്യ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കിയതും പരിചരിച്ചതും കരുണ കാണിച്ചതും ഗോകുലും സമൃദ്ധയും അമ്മയാണ്. അന്ന് അർച്ചന എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ പിറക്കാത്ത സഹോദരനാണെന്ന്. ആ സഹോദരൻ എന്ന അവകാശം എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്വാർത്ഥതയാണെങ്കിൽ ക്ഷമിക്കണം. ഹലോ, സിറ്റി പോലീസ് സ്റ്റേഷൻ. ആരാ? ഞാൻ CA രാജീവിന്റെ വൈഫാണ്. സോറി മാഡം, ആളറിഞ്ഞില്ല. എന്നാ മാഡം വിളിച്ചത്? രാജീവേട്ടൻ അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാമോ? സാറൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. അടിയന്തരമായിട്ട് സ്റ്റേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. പക്ഷെ സാറൊന്ന് ലീവാണല്ലോ. രാവിലെ മുതൽ സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തില്ല. മാഡം വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. മാഡം ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോ വേറെന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡ്യൂട്ടി ഉണ്ടാവും. ശരി, താങ്ക്സ്. അയാളുടെ ഒരു കോൺഫിഡൻഷ്യൽ ഡ്യൂട്ടി ഇന്ന് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അപ്പൊ ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു. രാജീവേട്ടൻ സ്റ്റേഷനിലേക്കല്ല പോയത്, എന്നെ ചതിക്കുമായിരുന്നല്ലേ രണ്ടുപേരും കൂടി. എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ച കേട്ടില്ലേ? നീ എവിടെ പോയിരുന്നോന്ന്? ഇതെന്താ ചോദ്യം ചെയ്യലോ? കള്ളത്തരം കാണിക്കുന്നവരെ സാധാരണ ചോദ്യം ചെയ്തേ പറ്റൂ. അതിന് ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നോ? ഈ വീട്ടിൽ ആരോടും പറയാതെ, നിന്റെ ഭർത്താവ് പോലും അറിയാതെ ഒളിച്ചും പാത്തും നീ എങ്ങോട്ടാ പോയതെന്ന് ഞങ്ങൾ കൂടിയൊന്നും അറിയണമല്ലോ. ഓ, അതാണോ കാര്യം? അതെന്താ കാര്യമില്ലേ? എനിക്കെന്താ, ഈ വീട്ടിൽ എന്റെ അത്യാവശ്യങ്ങൾക്കൊന്നും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം? നിന്റെ സ്വാതന്ത്ര്യം ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്തുന്നത് നല്ലതല്ല. ശിശിരേച്ചി എന്തോ മനസ്സിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ നല്ലതുപോലെ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണും കാതും തുറന്നു തന്നെ ഇരിക്കുന്നത്. മനസ്സിലായില്ല? അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ആദ്യം നീ ഇന്ന് എവിടെ പോയതാന്ന് പറ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചേച്ചിയോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഈ വീട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ഇത് പറഞ്ഞേ പറ്റൂ. ശിശിരേ,
നീ എന്തിനു സമൃദ്ധിയോട് വഴക്കിടുന്നത്? ഞാൻ ആരോടും വഴക്കൊന്നും ഇട്ടില്ല. ഈ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇവള് എവിടേക്കാ പോയിട്ട് വന്നതെന്ന് നമുക്കറിയണ്ടേ? അതോ ഇവളെ തോന്നിയ വഴിക്കങ്ങ് അഴിച്ചു വിട്ടേക്കുവാണോ? നിർത്തടി. ഇനി സമൃദ്ധമോളോട് അനാവശ്യമായ ഒരു വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ അവൾക്ക് ഭർത്താവുണ്ട്. ഇല്ലെങ്കിൽ അമ്മയായ ഞാനുണ്ട്. അത് കഴിഞ്ഞു മതി നിന്റെ വിളയാട്ടം. മനസ്സിലായോ? അമ്മ, എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് UK വന്നിരുന്നു. നാളെ അവള് തിരിച്ചു പോവാ. ഞാൻ അവളെ ഒന്ന് കാണാൻ പോയതാ. അതൊന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ വിഷമിക്കില്ലായിരുന്നല്ലോ. സാരമില്ല, മോള് പോയി കുളിച്ചിട്ട് വാ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. അതെ, അമ്മയാ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഇവളീ പറഞ്ഞ കഥയൊക്കെ അമ്മ വിശ്വസിച്ചോ? കൂട്ടുകാരെ കാണാൻ പോയതാണത്രേ. നീ എത്ര ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും ഈ കള്ളത്തരം ഞാൻ പൊളിക്കും. ഇവൾ എന്ത് കള്ളത്തരം കാണിച്ചു എന്ന് നീ പറയുന്നത്? ഇവളെ UK നിന്ന് വന്ന കൂട്ടുകാരെ കാണാൻ പോയതൊന്നും അല്ല. ഇവള് രാജീവേട്ടനെ കാണാൻ പോയതാ. ഈശ്വര, ഇവരിതെങ്ങനെ മനസ്സിലാക്കി? നീ വെറുതെ അനാവശ്യം പറയരുത് ശിശിരെ. അനാവശ്യമൊന്നും അല്ല. രാജീവേട്ടനെ ഇവളും കൂടി രഹസ്യം പറയുന്നതും ഒരുമിച്ച് പുറത്തു പോകാൻ തീരുമാനിക്കുന്നതും എല്ലാം ഞാൻ കണ്ടതാ. ശിശിരെ, അമ്മ എന്നെ തടയാൻ നോക്കണ്ട. ഇവൾ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല.